പാട്ടൊക്കെ തുടങ്ങി. പിന്നെ നമ്മളെ തള്ള കഴിഞ്ഞു ഗൈസ് പുളിച്ചാറ്. അത് കേറണോ ഇത് കേറണോ? ഞാനും കേട്ടോ അപ്പൊ ഇങ്ങോട്ട് മാറിക്കാണ്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു കസിൻസ് എല്ലാവരും പാടെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പ്ലാനിങ് ഒക്കെ നടക്കൽ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മളെ ട്രിപ്പും സംഭവങ്ങളൊക്കെ സെറ്റായി തുടങ്ങിയത്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ റെഡിയാക്കി വെക്കുകയാണ്. ഒരു ഡ്രസ്സും മുണ്ടും സംഭവങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ബാഗിൽ പാക്ക് ചെയ്യുകയാണ്. മുട്ടായി കണ്ടതോടെ ചെയ്ത് തുടങ്ങിയത് ഇതിൻ്റെതാണെന്ന് പറഞ്ഞ് കരച്ചിൽ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. സമയമില്ല, രാവിലെ 9:30 ആകുമ്പോഴത്തേക്ക് ഒരെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പോണ വിശേഷങ്ങളൊക്കെ നമുക്കപ്പോൾ കാണാം കേട്ടോ. പോകാൻ വേണ്ടിയിട്ടുള്ള മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു വണ്ടിയൊക്കെ ആയിട്ട് ഇപ്പോൾ വരും. അപ്പോൾ ഇതാണ് എൻ്റെ ക്യൂസ്യം. നമുക്ക് കാണട്ടോ വയ്യേ. ഇപ്പോൾ ഇന്ന് ഫുള്ള് വീഡിയോ സംഭവങ്ങളൊക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഷെഡ്യൂളൊക്കെ ആയിട്ട് എങ്ങനെ പറ്റുമെന്താ അറിയില്ല. എങ്ങനെയായാലും കഴിയണമെന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അപ്പം നമുക്കിനി വണ്ടിയിൽ കയറണ അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. ഞങ്ങളൊക്കെ പുറത്ത് വെച്ചിക്കാണ്ട് ഇവലൊക്കെ കാത്തുക്കൽ തുടങ്ങിയിട്ട് നേരെ സുബഹിക്ക് കാത്തുക്കൽ തുടങ്ങിയിട്ട് ഇപ്പം വരുന്നുള്ളൂ. എവിടാ? ഒരാളവിടെ പോകാൻ വിളിച്ചത് ഇതാണ് കയ്യത്ത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ താങ്ങി പിടിച്ച് ഇതാ പോവാണ്. ഒരിപ്പോഴും എത്തിയിട്ടില്ല. എത്ര നേരം ഇവരെ കാത്തുക്കൽ തുടങ്ങിയിട്ട് അറിയാം. അവർ സുബഹിക്ക് മാറ്റിക്കൽ തുടങ്ങിയിരുന്നു. അത് ഒരു കൂട്ടർ വന്നതോ ഇപ്പോൾ ഇനി ബാക്കിയുള്ളവർ വരാണ്ട്. നമ്മളെ എന്താ പറയുക, തറവാട്ടുകൾക്ക് പോവാം. അവിടെ നിന്ന് ഓലുണ്ട്. എങ്ങനെ പോവാം എന്ന് വിചാരിക്കുന്നു. ടപ്പ് മൾബറി കാണാത്ത വൈരിക്കണതാ. ഇനിയിപ്പോൾ മൾബറി ഇറച്ചി പോകണം. ഇവിടെ വൈബാക്കുക. ഒരു വണ്ടിക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വണ്ടി ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ശെസുവാ ഒരാളും കൂടെ വരാണ്ട്. കാത്തിരുന്ന് മുഷിഞ്ഞ് വരുമ്പോ ആണല്ലോ വീഡിയോ എടുക്കുക. അതേമാതിരി ഇവിടെ ഇത്ര നേരെ കാത്തു നീണ് അറിയാം. ആ പോണേ അല്ല. അപ്പൊ ചീനോടെ അപ്പൊ മുനുവിനാണ് കാത്തിക്കണ പറഞ്ഞ. മുനുല്ലേ ഞാനും ഇവിടെ കെൻട്രി കാത്തിക്കണേ. ഒരു കയ്യാ പൊന്തിനെ. മുനുല്ല ഇവിടെ ഇതോടുന്ന് തന്നെ. ആ 10 മണിക്ക് പോണം. 12 മണിക്ക് അവിടെ എത്തണം. സമയം 11:10. മാസം എൻട്രി. അത് പ്ലാസ്റ്റർ ഇട്ടിക്കാൻ കുക്കറോ കുക്കറൊക്കെ ആയിരുന്നേ. പൊട്ടിച്ചണ്ടല്ലേ. കറി തൈലെങ്കിൽ ആ വെള്ളം ഉണ്ടാക്കി വെച്ചോളെ. ഉപ്പിത്തള്ളം വേണ്ട. ഭയങ്കര വെയിലല്ലേ. അല്ല ഉപ്പ് വേണ്ടിയല്ലേ. ഉപ്പ് ഇടണ്ട. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അതിനായിട്ട് വന്നാണ്. നേരെ 12 മണിയായി. 5 മണിക്ക് ഞങ്ങൾ വിളിച്ചോണ്ടല്ലോ തുടങ്ങിയത്. ഫോൺ കഴിച്ച്
അവിടുന്ന് ഇങ്ങോട്ട് എടുക്കും പോട്ടെ അതൊരു കൂലിയേ ചൂടുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത സുമിയെ ആദ്യം പ്ലാസ്റ്റർ ഇട്ടിച്ച് നമ്മളെ ഫിനോട് വെച്ചേക്ക് സാനു ഇറങ്ങണക്കത്തിനോ ചെമ്പ് എന്ന് പറഞ്ഞ സാധനമാ സാധനം എന്ന് പറഞ്ഞ ചെമ്പു ആ സിനുവിന്റെ നാവ് എനിക്ക് കൈക്കൂലിയായിരുന്നു അതാ ചെമ്പ് കൊടുക്കും ആഴ്ച വാങ്ങലല്ലേ ഇല്ലാത്തോലൊക്കെ കേറി ഞങ്ങളവിടെ ഇരിക്ക ആപ്പ കേറി ടാറ്റാ പോയിക്കോ ആ വണ്ടിയിൽ കേറിട്ടുണ്ട് ഇനി ജീനും ഉണ്ടല്ലോ അല്ലേ സുഖത്തിലിരിക്ക കുഴപ്പമൊന്നുമില്ല പാട്ടൊക്കെ തുടങ്ങി അതാണ് എന്നാ സ്റ്റാർട്ട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പനെ കൊണ്ടാണ് അവിടെ കാത്തുന്നത് കാര്യമില്ലല്ലോ ഇവിടെ വന്നാലേ ഞങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങള് അങ്ങനെ ഇതാ പോകുന്നത് അല്ലേ ഡെസ്റ്റിനേഷൻ ഒന്നും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല ചേട്ടാ ചോറുന്നുള്ള സമയം വാങ്ങണ്ട് സലാഡ് ഇനിയിപ്പോ തിന്നല്ല ആ തെളിവില്ല എല്ലാം തെളിവാണ് ഇന്നും ഫീൽ ചെയ്തിക്കണേ ആകെ പ്ലാസ്റ്റർ ഇവനെയാണ് എന്നാളാ മാങ്ങ ഉണ്ടാക്കിക്കാണ്ട് ഞങ്ങളെ എല്ലാരെയും കക്കൂസക്കാക്കിയ അത് നന്നായിട്ട് ഒട്ടിച്ചിക്കണടാ എടുക്കണ്ട തിന്നണാ ഉപ്പുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് ആ ചോറ് ഇതിലാവാൻ നന്നായി സാധനമില്ല ഇതാണ് എടുത്ത് തിന്നത് എല്ലാ വീഡിയോ ഇവിടെ ഉണ്ട് എന്റെ കുട്ടി വളി നോക്കണോക്ക ഫാമിലി ഗ്രൂപ്പോ ഇവിടെ വന്ന വണ്ടി ഇതാ ഇടക്കിടക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ സംഭവം നയിക്കാൻ വേണ്ടിട്ട് ആള് പോയിട്ടുണ്ട് അല്ലേ ആദ്യം നമ്മൾ ഒറ്റ വണ്ടിക്ക് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ വണ്ടി കിട്ടാതെ ആ പ്ലാനിങ് മൂഞ്ചി പോയിട്ടുണ്ട് അപ്പം 2 വണ്ടി ആക്കിയിട്ടുണ്ട് 2 വണ്ടി ആകുമ്പോ അത്ര വലിയ രസം പോരല്ലേ ഓനിതാ വണ്ടി സൈഡാക്കി മുട്ടായി വാങ്ങാൻ പോവാണ് എന്നാ കൊണ്ടുപോകും ഇല്ല അതിലില്ല എന്താ മുട്ടായി ഒക്കെ വാങ്ങി ഞങ്ങൾക്ക് ഫോൺ തന്നില്ല വീഡിയോ എടുക്കാല്ലേ എന്താ എടുത്ത് അറിയാ നോക്കട്ടെ എന്താന്ന് അൺബോക്സ് ചെയ്തില്ല എന്താണ് അച്ചപ്പം ദെൻ നെക്സ്റ്റ് പിന്നെ ഇംലി പിന്നെ പിന്നെ ഐറ്റംസ് ഇതെന്താ സംഭവം
ഏത് ഞങ്ങള് ഏത് നിങ്ങള് കുട്ടികള് കല്യാണം ആയത് കുട്ടിയാക്കി ഓക്കെ ഓക്കെ സെറ്റ് ഉമ്മമാർക്കൊന്നും ഇല്ല കേട്ടോ. ഓക്കെ ലെഫ്റ്റല്ലേ തീറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല നോക്കാം. മധുരണ്ടോ നോക്കിയതാ. എവിടെ ഏതാ അത് മധുരല്ലേതാ മാറ്റി നോക്കാം. ഇത് നോക്കിയാ ഈ വണ്ടി കയറിയത് ഭാഗ്യം. അല്ലേ കുഞ്ഞിപ്പള്ള വണ്ടി കയറിയത് ഭാഗ്യം. എന്തേ കവറുണ്ടല്ലേ? പോട്ടെ പോട്ടെ. ഒരു വൈബ് ഉണ്ടായിച്ച് വിളിച്ചിരുന്നേ. ഞങ്ങളാണ് പാട്ടും സെറ്റൊക്കെ ആണ് പറഞ്ഞത്. ഞങ്ങൾ തിന്ന് വൈബ് അടിച്ചെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇവിടെ എവിടെ എത്തുന്നു തോന്നുന്നില്ല. കുറെ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ചാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷന് കനോലി പ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് കനോലി പ്ലോട്ട് വെച്ചിട്ട് കാണാം കേട്ടോ. വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. സംസ്കാരമാണ്. അപ്പൊ നമുക്ക് അതാണ് സാധനമോ കട വിറ്റ് കാലിയാക്കണു. വാങ്ങിക്കോ തന്നെ. തിന്ന അച്ഛപ്പ കോൽ കിട്ടിയല്ലോ. ആ കോൽ കൊടുക്കാൻ ഒരു അരിയോട് പിന്നെ ഒന്നില്ലേ ഈറ്റ നന്നായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് സ്ഥലം എത്തണം. വരെ തിന്ന അല്ല പാൽക്കോവിടെ ആരും കണ്ട ആ കുട്ടികൾ ഫുള്ള് പൊടി എന്താണ് കയറി ന്യൂജൻ പിള്ളേര് ഫുള്ള് എന്താ അഭിയാണ് കേട്ടോ. നമ്മളെ അച്ചാറ് പൊടിയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവനാണ് എന്റെ ഏജന്റ്. നമ്മള് നിസ്കരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ സൈഡാക്കുകയാണ് വണ്ടി. ഇവിടെ നിർത്തിക്കണി. ഇവിടെ സൈഡാക്കിക്കോ. നടന്നുകൂടി കേറിക്കൂടി ഓരോരുത്തരെ നിസ്കരിച്ച് ഞാൻ പോവാം. നമ്മള് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. വണ്ടി കയറിയപ്പോ മോൻ വേറെ ഐറ്റം കൊണ്ടുവന്നിങ്ങനെ നല്ല വലിപ്പണ്ടടാ. ചെറുതല്ലേ ചെറുതാക്കി തരാം. ചായയില്ലേ നല്ലൊരു ഉറക്കം ഉറങ്ങിച്ച്. അപ്പൊ നമ്മളെ വണ്ടിയിലെ ആൾക്കാരൊക്കെ മാറിയിട്ടില്ല. നമ്മളെ ആൾക്കാരെ കാണിച്ചു. നമ്മളെ വണ്ടിയിലെ ആൾക്കാർ മാത്രമേ തീരുള്ളൂ. ബാക്കിയൊക്കെ ഫ്രണ്ടിലെ വണ്ടിയിലാണ്. ബാക്കിവരൊക്കെ ഇറങ്ങിയിട്ട് കാണാം. നമ്മളെത്താനായിട്ടുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. കനോലി പ്ലോട്ടോ. എന്നിട്ട് എന്തൊക്കെ കൊളോണിയൽ പ്ലോട്ട്. കുഞ്ഞിപ്പ കൊളോണിയൽ പ്ലോട്ടാ. കനോലി പ്ലോട്ട്. കനോളീസ് പ്ലോട്ട്. ഇവിടെ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഗൈസ്. എവിടെ ബലൂണ്? രണ്ടെണ്ണം ഉണ്ടാ? സ്ഥലത്ത് പാർക്കൊക്കെ ചെയ്ത് ഇനി ഇവിടുന്ന് പോവാണ്. നമ്മൾ പാർക്കിംഗ് ഉണ്ട് ഇതിനുള്ളിൽ. അവിടെ നിർത്താന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. പാർക്കിംഗ് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പാർക്കിംഗ്. ഒരു പറഞ്ഞല്ലോ കേറിയിട്ട് റൈറ്റ് കണ്ട് പാർക്കിംഗ്. അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മളാ പാർക്ക് ചെയ്തിട്ട് കാണാം. എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാന്നുള്ള പ്ലാനിങ് ആണ്. ഷെസുദാവാ ബസ്സുണ്ടോ? എക്സൈറ്റ്മെന്റിലാണ്. ഏർപ്പാടാണ്. ആരെ പേപ്പറൊക്കെ എടുത്തിന്നേ? ആഹാ എൻ്റെ കൂടെ ഒന്നും പത്രം വരുന്നോണ്ട് ഒരു ഉപകാരമായി. ഇതുവരെ വായിച്ചിട്ടില്ലല്ലോ. എന്താ
ചെമ്പും കുക്കറും കയ്യിലും പാത്രമൊക്കെ ഉണ്ടോ? വാ ഷേസ് ഇങ്ങോട്ട് വാ, വാ അങ്ങോട്ട് വാ, നമ്മൾക്ക് അങ്ങോട്ട് പോവാനുള്ളത്. വാ ഫുഡ് കഴിക്കാൻ പോവാണ്ട്, മാമു തിന്നാന് വാ. ബസ്സല്ല, ഇങ്ങോട്ട് വാ, അവനെടുത്തോളൂ പോലും. എൻ്റെ മാതിരി അവനക്കും ബസ് പിരാന്താണ്. ഇതാ ബസ് കാണാൻ എന്നെ വലിച്ചോണ്ട് കഴിയാണ്, കണ്ടാ? കനോളിയെ ടു എക്കോ ടൂറിസം ഇജ്ജ് കൊടുക്കണഞ്ഞി വിളമ്പലൊടുങ്ങിയ വിരിച്ചലൊടുങ്ങിയ എന്താ ഇവിടെ? എന്താണ് പിന്നെ കറി കുക്കറ് ആ സാലഡ് ബാക്കി ഉണ്ടാവോ? ശരി. വേസ്റ്റ് ആ ഇനിയുണ്ട് പേപ്പറ്. പ്ലേറ്റ് ഞങ്ങൾ ആ ചേച്ചിനെ കാണുന്നതിന്. ആ ചേച്ചി ഞങ്ങൾക്ക് ടാറ്റ തരാം. എൻ്റെ കുട്ടി ഇവിടെ ഷാലുവിൻ്റെ അടുത്തുണ്ട്. ഷാലുവിന് സെറ്റായാ? എല്ലാവരും ഇരുന്ന് സീറ്റ് ഉണ്ടാവൂല, അവൻ ഇരുന്ന് വിരിച്ചോ. ഒരു പ്ലാനിങ് എന്താന്ന് വെച്ചാൽ അവിടെ കവർ വിരിക്കുക, ആ ചെമ്പ് ഇതിലേക്ക് തട്ടുക. അന്റെ പണി കേട്ടോ അതൊക്കെ. ഇതിങ്ങനെ പിടിച്ച് കൗത്തിട്ടാ പോരെ. ഇനി മതി, ഇനി മാമു കഴിക്കണം. ആവശ്യത്തിന് വിളമ്പിയാ മതി, കഴിച്ചിട്ട് പിന്നെ പിന്നെ വിളമ്പാം. ഇതുള്ള ഫുഡിന്റെ ടൈമിൽ വലിക്കുമ്പോൾ നിൽക്കാനില്ല. ചെമ്പ് നിന്നേണ്ടി വരും ബാക്കിയുള്ളവര്. പ്ലേറ്റ് കണ്ടിരിക്കും, പ്ലേറ്റ് അതാ. എനിക്ക് ഞാൻ വെന്ത് കാര്യം കൊടുക്കുവാണോ? ഇതൊന്ന് വീഡിയോ ആണോ? ആക്ക് വേണോ? നിന്നൊക്കെ തിന്നു രണ്ടോളോ വണ്ടിയില്. കഴിഞ്ഞു. കൈ നേർക്ക് പിടിച്ചു കൊടുക്കേ, കൈ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കാക്കേ. ഓക്കെ ഇതൊക്കെ കഴിച്ചതാ. ഇവിടെ ഞാൻ നിൽക്കുകയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഉടനെ അക്കാഡംബോയിൽ. അതാണ് നമ്മുടെ മെയിൻ ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പോട്ടും കൂടെ ഉണ്ട്. ബാക്കിൽ നിന്ന് ബസ്സിൻ്റെ നോസ് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല, കുറച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഷെസ എന്താ അവിടെ ഓടിപ്പാഞ്ഞ് നടക്കണേ? ഹായ്. ക്യാമറമാനൊക്കെ സെറ്റ് ആവുന്നുണ്ട് കേട്ടോ, ക്യാമറ ഒക്കെ എടുത്ത് വരുന്നുണ്ട്. ഓൻ ആ ബസ്സിൻ്റെ അടുന്നിട്ട് പോരുന്നില്ല. ഇവിടെ വാരി തേക്കണേ. നമ്മളിവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്. ആരെ കരയണ സൗണ്ട്? ബാക്കി കൂടെ ബാക്കിൽ ആരും ചെയ്യേ, നമ്മളതിനുള്ളൂ. ഷെസൊക്കെ നടക്കണ നല്ല സൂപ്പറായി. ഇവിടെ ഞങ്ങളെ തകർപ്പൻ ഫോട്ടോഷൂട്ട് നടന്നുകൊടുക്കുക കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്, നമ്മളെ പറ്റിക്കാണോന്നൊന്നും അറിയില്ല കേട്ടോ. എങ്ങനെയായാലും നമ്മൾ പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിട്ട് വെച്ചിക്കണത്
അയ്യോ ക്യാമറമാൻ സിനാനോടൊപ്പം എല്ലാവരും ഫോട്ടോ അതിന്റെ ബാക്കിൽ വിശ്വാസം ഉണ്ട്. എന്നാ ഓനെ നിർത്തിയാൽ വേണ്ടിയായിരുന്നു. പല സെക്ഷനായിട്ടാട്ടോ ഫോട്ടോ. ഇവിടെ ഐഫോൺ ഷൂട്ട്, പോസിംഗ് ഒക്കെ പഠിച്ചോളി എല്ലാവരും. പൊന്നു സ്പെഷ്യൽ പോസിംഗ്. ആരെ വച്ച് പൊന്നു ഫോട്ടോ ഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കക്കാടംപൊയിലേക്ക് പോവാട്ടാ. ഇതാണ് ഞങ്ങളെ ക്യാമറമാൻ സിനാൻ. എന്റെ യൂട്യൂബിലുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യാ. അല്ല യൂട്യൂബിലല്ല, ഇൻസ്റ്റഗ്രാമില്. സോറി, കല്യാണം നോക്കണോല്ലോ. ഇതെന്താടാ ഇതിന്റെ മോൾ കയറ് എടുക്കേനി എടുത്തരൂല. നമ്മള് വണ്ടി കയറാൻ വേണ്ടിട്ട് പോവാട്ടാ. വേഗം പോര്. കടയുമ്പോയിലേക്ക് പോവാണ്. ഈ ഡ്രൈവർ വണ്ടി എടുക്കൂ. ഓരോ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ, ഒരു പോവാണ്. തൃപ്പാളയത്തിൽ നാശം വിതക്കാൻ ഒരുങ്ങിയിറങ്ങിയ ചമ്പട കൂട്ടങ്ങൾ ആർക്കേലും ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കാം. നമ്പർ ഞാൻ കൊടുക്കാം, 51 29. ബാക്കി എത്ര ആയിക്കറിയുള്ളൂ. ഇപ്പോഴാണ് ഇവർക്കൊക്കെ ഒരു ബോധം വന്നത് കേട്ടോ. വണ്ടിയൊക്കെ നല്ല കത്തിച്ച് വിടുന്നുണ്ട്. കക്കാടംപൊയിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് വെള്ളം ഇല്ല. അതാണ് ഈ ഇങ്ങനെ ഓരോന്ന് തിന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചോ. ഞാൻ മല കയറി ഇറങ്ങുമ്പോ വെള്ളം ഉണ്ടാവുമോ? എന്റെ കുട്ടിന്റെ കൈകിലുണ്ട്. പാടടാ പാടടാ. ആ അന്നെ പാക്കിയ പഠിക്ക പാടേ ശരി പാടേ. ആ വേറെ എന്തൊക്കെയാ പറഞ്ഞതിന്റെ ആളെ സ്ലാഗ് ഇപ്പൊ മനസ്സിലാക്കും. എല്ലാരും ശ്രദ്ധിക്കൂട്ടോ. ഇതുവരെ നാടനെ 3 കിറ്റാ. അല്ല ഈ കുട്ടിപ്പടക്ക് കിലോ പാക്ക് അല്ലേ വേണ്ടത്? നിങ്ങൾക്ക് ലാബില് വേണോ അതോ നിങ്ങളെ ലാബിൽ? ആരാടാ വിളിച്ചത്? അത് ചങ്ങനാശ്ശേരി. ആരാണ്? അത് സാന്തിന. കുട്ടിമടക്ക് കൊച്ചിമാരൊക്കെ വേണോ? ഇങ്ങോട്ട് നോക്ക്. എനിക്ക് 2 ഭാഷ ഉണ്ടെന്ന് എല്ലാരും അറിയട്ടെ. അവിടെ ഉള്ളവരോട് അങ്ങനത്തെ മാണ്ടിയൊക്കെ ചോദിച്ചാൽ എന്താണ് റബ്ബർ തോട്ടല്ലത്? ഇല്ലെങ്കിലും അങ്ങനെയാണല്ലോ. വീഡിയോ ഓണാക്കി എല്ലാം കഴിയും. പക്ഷെ ഇനിയും വരുന്നുണ്ട്. നിലമ്പൂര് ഭാഗത്തന്നല്ലേ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടാവല്? ഫ്രണ്ടിലൊക്കെ ക്യാമറ ശരിക്കും പിടിച്ചു. ജീവ് ശ്വാസം വിളിച്ചായിട്ട് വിടാക്കണ്ട. പോണെന്ന് തോന്നുന്നുണ്ട്. ഗസ് ചെയ്യാം. ലൊക്കേഷൻ 1.5 മണിക്കൂർ 12 കിലോമീറ്റർ. കുടിനീരും കിട്ടൂല റബ്ബേ. ഇതിൻ്റെ മുന്നേ നമ്മുടെ ചാനലിൽ ഒരുപാട് ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് കാണാം. പിന്നെ ഇവിടെയൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ പാട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് വോയിസിൽ പറയുന്നതും സംഭവങ്ങളൊക്കെ കേട്ടോ. ബ്യൂട്ടിഫുൾ.
വെള്ളച്ചാട്ടം പോണോ? ആദ്യം നമ്മൾ കക്കണം പോയില്ലോ. കാടും പോയി. ആ ഇങ്ങോട്ട് ഞാൻ പോന്നാണല്ലോ. ഞാൻ അങ്ങോട്ടാണല്ലോ പോയി. നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കക്കാടം പോയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇടടോ. അല്ല അത് അങ്ങാടിക്കാ. വിളിച്ചോക്കിയാ ആർക്കും കിട്ടണില്ല. പാർക്കൊക്കെ പാർക്ക് കാണാതായി ഗൈസ്. അച്ചപ്പ് വലുതാവും. നേരത്തെ എത്തിന്ന് പറഞ്ഞ സ്ഥലമൊന്നുമല്ല കേട്ടോ. അതിൻ്റെ മോളിക്കാണ് വരുന്നത്. കുരിശുമലയ്ക്ക് നമ്മൾ കുരിശുമല എത്തി. പേ പാർക്കിംഗ് ഇവിടെ. നോ പാർക്കിംഗ്. പേ പാർക്കിംഗ് അവിടെ ആവും. ഓരോ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല പോണം. ബൈക്ക് 20, കാറ് 40, ബസ് 100. ഇടിക്കുന്ന സംഭവങ്ങളൊക്കെ ശരിക്കണേ. എന്താ മുളക് കെട്ടുകൾ നല്ല പറഞ്ഞത്. ആ വെള്ളം വേണം. ചെറിയ ബോട്ടിലാക്കിയാ മതി. അത് ഇനി പൊട്ടിച്ചില്ല അടത്തട്ടെ. അല്ലെങ്കിൽ ഇവനൊന്നും നടക്കൂല. വേണ്ട. ഇല്ല. സാലഡിന്റെ വീഡിയോ ഒക്കെ അതിലുണ്ട്. പൈത്ത വാങ്ങിയ ചാൻസതാ. എന്താ പാടുന്നേ? പിന്നെ എനിക്കൊരു വായന്റെ അല്ല. ബ്യൂട്ടി ഗൈസ്. സാനുന്റെ വെള്ളം വന്ന് ഗൈസ്. ഇറങ്ങാണ്. ആന മൂട്ടങ്ങ നടക്കണ്ടോ? തള്ളായി മീനിട്ടാ കൂട്ടാൻ വെക്കാം. നമ്മളെ തള്ള കഴിഞ്ഞു ഗൈസ്. കഴിഞ്ഞ യസുവിനെ കൈമാറി. ഞാൻ കുറച്ച് നടന്നപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞു.
ഫുഡ് മാസ്റ്റർ എവിടെ? ബാക്കൊക്കെ നോക്കി പോണ്ടാന്ന് നിക്കരെ കൊയങ്ങി. ഇവരൊക്കെ അങ്ങ് നടന്നു പോകണം. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇന്ന ഒറ്റയ്ക്കാണ് എനിക്ക് കയറാൻ പറ്റില്ല. ഇങ്ങനെ കുട്ടീനെ ചെയ്യാൻ കയറുക അടോണോ. അതാണ് നമുക്ക് പഴയ തള്ള വൈബല്ലേ. കേട്ട് വരാൻ നിൽക്കണ്ടെങ്കിൽ ഈ മല വണ്ടി കയറിക്കോളെന്ന് ഞാൻ പറയുള്ളൂ. എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങളൊക്കെ എന്താ പോകെ അതെമ്മേ ടബു ടബു അല്ല ഓനോട് പറഞ്ഞേ അനക്ക് കുട്ടിക്ക് വേറെ രാത്രി ജീപ്പ് പോവാൻ അനാഥമായി നിൽക്കുന്നു ഗൈസ്. കുപ്പി പുളിച്ചാറി ഒന്ന് വലിച്ചോളൂ. വലിച്ച് കുട്ടിക്ക് പോലെട്ടാ വലിച്ചു വലിച്ചങ്ങോട്ട് പോലെ ഒരാൾക്ക് കിട്ടാത്ത അത് കിട്ടുന്നില്ല ഗൈസ്. എടാ ഒന്ന് ശാഖ കൊടുക്കേ. അനക്കണ്ടേ അപ്പൊ ഞാൻ ജീപ്പ് എങ്ങനെ ഇതിൽ കൂടെ പോകല്? എന്നിട്ട് ഞാൻ തന്നെ ബാക്കിലായി കടന്നു പോയാ ചെയ്തോ. വേസ്റ്റ് പരിസ്ഥിതി നാശാക്കല്ലേ. എടുത്തിട് നടക്കണ കേസ് ഇഷ്ടം പോലെ എടുത്തിട്. കുട്ടി നടക്കണോ? എല്ലാവർക്കും ഒരു കവറും ഒരു കുട്ടി എന്താ വൈബ് തന്നെ. വൈബ വീപ്പൊന്നും കിട്ടുന്നില്ല. ഒറ്റ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. ചെറിയ കുട്ടിയാണ് ഇങ്ങനെ ആരും തോളിത്തിങ്ങ കൊണ്ടുപോലെ സത്യാണ്. ഈ ചെറിയ കുട്ടികളാകുമ്പോ വരുന്നത് മല കയറാനൊക്കെ ഇങ്ങനെ ആരെങ്കിലും കിട്ടുള്ളൂ. അമ്മ നമ്മളെ കൂടെ വന്നാലൊന്നും കാണാനില്ല. ഇവിടെ കാട്ടുതീ ഉണ്ടായിരുന്നോ?
ടബ നടക്കേ നിക്കല്ല നടന്നൂടെ ബാ. ഒന്ന് വാങ്ങിത്തരാം. തേൻലാവ് ചോദിച്ചാൽ അത് വരരുത്. തേനില്ല. കുട്ടി നടപ്പിച്ച വൈകിക്കറിയാ. അത് കഴിഞ്ഞാ പറയട്ടോ ബാക്കിയായിട്ട്. ഞാൻ സാധനൊക്കെ കേറാനുള്ളതാ. ആ കണ്ടക്കാ അത് കേറിട്ട് ഒരു മല കൂടി ഇല്ല. ആ മല നല്ല കാറ്റ്. ഇളം കാറ്റിൽ സാധനം ആടുന്നു. ഒന്നോളൊക്കെ ഉണ്ട്, ബാക്കി മുന്നേ പോയേക്കില്ല. ആയിക്കോട്ടെ, സ്വർഗം കിട്ടട്ടെ. 8 മണിക്ക് അടക്കണം. നമ്മളിവിടെ പോണി 7 മണി വരെ നടത്തൂല. ഞാൻ 7 മണി വരെ നടത്തൂല. തമാശ അല്ല, നല്ല ഐറ്റം എന്നോട് പറഞ്ഞു. ദൂരം പോണ്ട്. ഈ ഇതാണ് കേറി വെക്കാം. ഒരു മണിക്കൂർ ഓട്ടം കിട്ടില്ല. ഇതല്ലേ നല്ല ഐറ്റം. അപ്പൊ അങ്ങനെ 1.25 മണിക്കൂർ കേറി കണ്ട് ഇറങ്ങി വരണം. ആ അതല്ല എന്നോട് പറഞ്ഞേ. തുടങ്ങിയിട്ടുള്ളൂ. കുറ്റി പിടിച്ചിട്ടുണ്ടേ. എന്താ പ്രശ്നം? അത് കേറണം, ഇത് കേറണം. പിന്നെ ഇവിടെ ഒന്നുണ്ട്. അത് കേറണോ ഇത് കേറണോ? അവിടെ ആൾക്കാർ അതാണ് സ്വർഗക്കുന്ന്. അവിടെ നല്ല നമുക്ക് അങ്ങോട്ട് പോകണം. എടാ ഈ വാട്ടർ ബോട്ടിൽ ഇടട്ടെ എടാ. ഓടിക്കൊണ്ടിരിക്കുന്നു. അണ്ടയക്കുന്ന സമയത്ത് പോയില്ലാത്ത നന്നായിട്ടാ. അണ്ടയക്കുന്ന സമയത്ത് പോയില്ലാത്ത നന്നായി. രണ്ട് മല ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് സ്വർഗക്കുന്നും ഒന്ന് കുരിശുമലയും. സ്വർഗക്കുന്ന് ഭയങ്കര ഹൈറ്റിൽ കയറാൻ കിട്ടും. അപ്പം എല്ലാവരും തീരുമാനപ്രകാരം നമ്മളിവിടെ കയറുകയാണ്. ഇവിടെ തന്നെ കയറാൻ കഴിയുന്നില്ല ഗൈസ്. അങ്ങോട്ട് പോണ്ടേ? സ്വർഗക്കുന്നതാണ്. സ്വർഗക്കുന്നോ? അവിടെ കഴിഞ്ഞേ ഇവിടെ കയറിയോ? എപ്പോ? രാവിലെ വന്നോടെ. രാവിലെ വന്നാണ്. അത് കണ്ടിട്ട് നമുക്ക് ഇതിൽ കൂടെ ഇത് കേറാനൊരു പണിയില്ല. ഇറങ്ങുള്ള വെള്ളക്കുപ്പാണി സ്ഥലേക്ക് കേട്ടോ. ഞാൻ പിടിച്ചാ
എങ്ങനെ പോവുക? അതാണല്ലോ എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ അയ്യ ചെറിയ റീൽ ഇവിടെ വീഡിയോ എടുക്കല്ലോ അതൊക്കെ ചെയ്തോണ്ട്. അപ്പം ആദ്യം ഒരു ടീം ഒരു പാട്ട് പറയാം. ഇവിടെ വെയിലാടാ. വെയിലോ വെയില് പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് ഇരുന്നോളി. നിങ്ങളെ കൂടെ അവിടെ ഒരു റീലെങ്കിലും വേണ്ട നമുക്ക്. ഇവിടെ ഇരുന്നോളി. അപ്പൊ രാത്രി ഞാൻ ഫോൺ അത് ആ പാട്ട് ഏതാന്ന് പറഞ്ഞെടുക്കും. അപ്പളെ അല്ലോടോ പറഞ്ഞേ. അല്ല ഒരക്ഷരം ഒരക്ഷരം ഏതാ ഞാൻ പറയും. പാട്ടുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ. ഇതല്ല പാട്ടുണ്ടല്ലോ. ഒരക്ഷരം ആയില്ലോട്ടോ. ആയില്ല ആയില്ല. ആ മാറ പാടി എല്ലാരും കൂടി പാടി. എല്ലാവർക്കും അറിയണേ. ആ മാല ഏതാരോ മനസ്സിന്റെ മണിയാറ്. റെഡി 1 നിങ്ങളെ ഞാൻ ചെയ്തോണ്ട് നിങ്ങളൊന്നും അറിയണം. റെഡി 1 2 3 എല്ലാവരും അരിപ്പോം തിരിപ്പോം കോട്ടല മംഗള അക്ഷരം പറയും. അതിന്റെ സൗണ്ട് ഇതിന് അടപടാത്താരല്ലേ. 1 2 3 ഇത്ര നേരം പൊടിച്ച് ഞാൻ സത്യോ വീഡിയോയിലൊക്കെ മറ്റേ ഒന്ന് ജാഗ്രത വലിച്ച എന്താണ് മാങ്ങാൻ പറഞ്ഞേ. നിങ്ങൾ എത്ര നേരെ തിന്നു. ഇനിയെങ്കിലും ഒന്നും എനിക്ക് തരും. ഞാൻ അപ്പഴൊക്കെ തുറക്കുമ്പോ നിങ്ങൾ പറയുന്നത് എന്താ അറിയോ? അവിടെ എത്തിയിട്ട് എന്നാണ് അമ്മി ഫോട്ടോ എടുക്കുക. ഉമ്മിന്റെ അടുത്ത് കൊണ്ട് തൊട്ട് കൂടെ ഇരിക്കേ. രണ്ട് കുട്ടികൾ കളിക്കുന്നു ഗൈസ്. അന്ന പോലീസ് എടുക്കോ? കവറൊക്കെ എടുക്കണം. പാത്രം എടുക്കാണ്ട് എല്ലാരും പോയാ
അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. 2 ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ഈ മലേൻ്റെ കുരിശിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകട്ടോ. ഇവിടെ അല്ലേ, ഇവിടെ വന്നവരൊക്കെ അതാ മലേൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ആ ഒരു മലേൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. എന്താണ് ഞങ്ങൾ കീഴിലെ ക്ലീഗർ. കയറി കയറി പോവുകയാണ്. അതാണ് ചന്ദ്രൻ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഒരു വട്ടെങ്കിലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. പറ്റൂല, എൻ്റെ ഡയലോഗ് തന്നെ ഞാൻ പറയും. കുട്ടികളെയും കൊണ്ട് വരികയാണ് അത്രയും സുഖം. ഒരു കുട്ടി പാടുള്ളൂ, 10-15 ആൾക്കാർ മാറി എടുക്കാനും വേണം കേട്ടോ. എനിക്ക് ഇന്ന ഇത് നടക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. അമ്മകളെ കൂടെ ഒന്നും പോരാൻ പാടില്ല. നമുക്ക് ചന്ദ്രനെ കാണാം. ദെൻ നമുക്കിവിടെ സൂര്യനെ കാണാം. എവിടെ സൂര്യൻ? ആ കുരിശുള്ളതുകൊണ്ടാണ് ഇതിന് കുരിശുമല എന്ന് പറയുന്നത്. ഇതാ കുരിശ്, എല്ലാവരും കണ്ടോളൂ ഗൈസ്. ഞാനില്ല. പുനക്ക് ചാടി പോണതാ. അവിടുന്ന് പോരാനായി. ഇപ്പോൾ നമ്മളിവിടെ എത്തണുള്ളൂ. ഇതാണ് കുരിശുമല. ഉപ്പാന്റെ ജീവനും ജീവിതമൊക്കെ അതിലാണ്. അവിടെ വെക്കല്ലിന്ന് പറഞ്ഞു. ഓക്കെ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം പാടെ അവിടെ ഇരുന്നാണ്. ആരോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഗൈസ്. നമ്മളെല്ലാരും അങ്ങോട്ട് നോക്കിയാണ്. 1-ാം മല കയറി 2-ാം മല പറയുമ്പോ അങ്ങോട്ട്, 3-ാം മല അല്ല ഞാനല്ല മെയിൻ ക്യാരക്ടർ. ഒന്ന് പെട്ടെന്ന് ക്യാമറ മുൻഷിനൊപ്പം നമ്മള് 2-ാം മല അങ്ങോട്ട് പോകും. അപ്പൊ 1, 2, 3 എല്ലാരും അവിടെ തീരാം. എത്ര മല ഉണ്ട് ലാസ്റ്റ്? ഈസന്റെ മാതിരി ക്യാമറ ഓണാക്കാൻ മറന്ന ക്യാമറ ഒന്ന് ഇവിടെ ശരിക്കാക്കി വെച്ചാ പിടിച്ചോ. ഞാൻ പിടിക്കേ പോടുന്നു. ഞങ്ങൾക്കൊന്നും അറിയില്ല. അതിലോ ഒന്ന് പെട്ടെന്ന് 1, 2, 3 സ്റ്റാർട്ട്. 1-ാം മല കേറി പോവേണ്ടേ, അവിടുന്ന് തലകുത്തി തലകുത്തിട്ട്. 2-ാം മല കേറി പോവേണ്ടേ, അവിടുന്ന് തലകുത്തി തലകുത്തിട്ട്. 3-ാം മല കേറി പോവേണ്ടേ, അവിടുന്ന് തലകുത്തി 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 ചാടേണ്ടേ. 3 അറിയുമ്പോ 3 ഉണ്ട്. 1 അറിയുമ്പോ 1 പ്രാവശ്യം പറയും, 2 അറിയുമ്പോ 2 പ്രാവശ്യം. ആണ് പ്രാക്ടീസ് 1, 2, 3 4-ാമത്തെ പോലെതാ. 4-ാമത്തെ വരെ നമ്മള് രാത്രി ആകുമ്പോ 500-ാമത്തെ മല 500 പ്രാവശ്യം താലാകുത്തി. പുളിവാത്താണെങ്കിൽ മറ്റേ സ്റ്റാർട്ടിങ്ങിന് കട്ടിങ് ഒക്കെ ചെയ്താണ് കേട്ടോ. അല്ല സ്റ്റോപ്പ്. റെഡി 1, 2, 3. അല്ല റെഡി 1, 2. Ready 1, 2, 3 start. 1-ാം മല കേറി പോവേണ്ടേ, അവിടുന്ന് തലകുത്തി ചാടേണ്ടേ. 2-ാം മല കേറി പോവേണ്ടേ,
അവിടുന്ന് തലകുത്തി ചാടേണ്ടേ, മൂന്നാം മല കേറി പോവേണ്ടേ, അവിടുന്ന് തലകുത്തി ചാടേണ്ടേ. ഇതൊക്കെ നമുക്ക് ചണ്ട ഗ്രൂപ്പിലിടാം. അത് നല്ലേ. വരുന്നത് ഇവിടുന്നാണ്. ഇവിടെ വേറെ എന്തൊക്കെ ഐറ്റം വരുന്നുണ്ട്. പാട്ടരാ ഏതാ വീഡിയോ എടുക്കാത്ത എല്ലാരും വന്നുകൊണ്ട് ഒന്നും എടുത്തിട്ട് ഈ ക്യാമറ സെറ്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ്. ബാഗിലൊക്കെ ഇട്ട് ക്യാമറ. മാമിന്റെ കുട്ടിക്ക് ടാറ്റു. സാനുക്കെ കണ്ട അർത്ഥം പറഞ്ഞു സാനു. വിനോദ മറ്റേ അപ്പൊ നമ്മള് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അടിക്ക് ഇറങ്ങിയതാട്ടാ. കൊടക്ക് ഇറങ്ങുന്നുണ്ട് ഗൈസ്. കൊട ഇവിടുന്ന് മല ഇറങ്ങാൻ പോവാണ്ടാ. വീഡിയോസ് ഒക്കെ എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് 8 മണിയാകുമ്പോത്തിന് വേവ് ലാൻഡ് എത്തണം. വൈബ്ലാൻഡാ? വേവ് ലാൻഡ് കൊല്ലഞ്ചിന. വേവ് ലാൻഡ് കൊല്ലഞ്ചനാണല്ലേ വൈബ് ലാൻഡ്. നമ്മക്കൊന്നും അറിയില്ല പരിപാടിയാണ്. കുഞ്ഞിപ്പ വയ്ക്കും, എല്ലാം കുഞ്ഞിപ്പ വയ്ക്കും. സൺസെറ്റ് നമുക്ക് വൈബിലാ പറ്റി പോണ്ടേ. എന്നാ നടക്ക്. സ്പോട്ടിന്റെ പ്ലേസും ഓരോ നമുക്ക് വേറെ രീതിക്കാട്ടാ പറഞ്ഞല്ലേ. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഒന്നും അറിയില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ. കയറിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലല്ലോ 1.5 എക്സ്പീരിയൻസ് തന്നെ ഇരുന്നിട്ടാ. ഇനി സ്വർഗ്ഗക്കുന്നാണ് അപ്പുറത്ത് കാണുന്നത്. അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഇറങ്ങലും ഉണ്ടാവില്ല, അതൊന്നും കയറിക്കയലും ഉണ്ടാവില്ല. ലാൻഡിൽ നമ്മൾ 8 മണിക്ക് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണത്. ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തുമെന്ന് വിചാരിക്കണേ. കസിൻസ് എല്ലാവരും കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും പോരുന്നതും ഒക്കെ. നമ്മളൊരു ട്രിപ്പ് നല്ല വൈബാക്കി അടിച്ച് പൊളിച്ച് തന്നെ പോകുന്നിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ കേട്ടോ. നമ്മളെ കൂടെ പോകുന്നൊരു ഫീലിംഗ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലതും ഒറ്റ പാർട്ടാക്കിയിട്ട് തന്നെ ഇടുന്നത്. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു വ്യൂ ഒക്കെ ആയിരുന്നു സൺസെറ്റിൻ്റെ ഒക്കെ. കുറച്ചുകൂടെ ഒക്കെ ഈ ഒരു അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒക്കെ നല്ല രസം കിട്ടും. പക്ഷേ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്. നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് എല്ലാവരും കൂടുതൽ ആൾക്കാർ വരുന്നൊരു സമയമായിരുന്നു കേട്ടോ. സമയത്ത് പൊന്നിതാ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ കാലിയാക്കുന്നുണ്ട്. ഇവിടെ ആ ട്രെക്കിങ് ഉണ്ട് കേട്ടോ. അതിന് ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് വരുന്നത്. ആദ്യം ഇവർ അതിൽ പിന്നെയും മോനെ അതിൽ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാനും ഒരു കൂടെ നടന്നു പോയി. ഇത്രയൊക്കെ ഉണ്ടാവും ഞാനും വിചാരിച്ചില്ല. കുഞ്ഞിപ്പ അങ്ങോട്ട് നോക്കി പറയാ. സീനു പറയ്. നടക്ക ജിനു സുമിയൊക്കെ നേരത്തെ ഇറങ്ങി. നമ്മള് ജിനുവിനെ ടോപ്പാക്കിയില്ലോ. അമ്മായിക്ക് കൊളുത്തി എന്ത് എന്റെ കുട്ടി അടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി കയറുന്നത് നേരെ വൈബ് ലാൻഡ്. നമ്മളിതിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറേ റിസോർട്ടൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കയറിയിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മളെ വൈബ് ലാൻഡ് എത്തിയിട്ടുണ്ട്.
നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നേരെ ഒരുപാടായിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ വഴിയിലെ ബ്ലോക്കും എല്ലാം കൂടെ കാരണം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ എത്തിയപ്പോഴത്തേക്കാണ് പാർക്കിങ്. അവിടെ തന്നെയാണല്ലേ. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ളവരെ കാത്തു നിൽക്കുകയാണ്. ഒരു നേരമായി നമ്മൾ കാത്തു നിൽക്കുന്നു. പോരി ഇങ്ങോട്ടല്ല ഇങ്ങോട്ട്. നമ്മൾ വണ്ടിയിൽ പോയിട്ട് ബാഗൊക്കെ എടുക്കുക. ബാഗിൽ പോയിട്ട് വണ്ടി എടുക്കാന്നൊക്കെയാണ് പറയുന്നത്. അവിടെ എത്തിയപ്പോഴത്തേനാകെ കുഴങ്ങി കയറുകയാണ്. ക്യാമല എന്താ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. അങ്ങോട്ട് വാ. ഇങ്ങോട്ടൊക്കെ ബോള് അതന്നെ ഫാമിലി ഫാമിലി പൂള്. ഫസ്റ്റ് പൂളാല്ലേ? എന്താ കടിച്ചുവോ? എന്താണ്? ആ കടിച്ചു. നീ നടക്കേ ക്യാമലോ? അതെ ക്യാമല്. നീ നടക്കേ. ഇവരെടുക്കായി കിട്ടും കയ്യൊക്കെ പൂളാണ് ഗൈസ്. പൂൾ ഗൈസ്. പൊന്നു മുങ്ങി ഗൈസ്. നമ്മള് പൂളിലൊക്കെ പോയി. എങ്ങനെയുണ്ട് ഫസ്റ്റ് പൂൾ പോയ എക്സ്പീരിയൻസ്? എല്ലാവരും ഷെയർ ചെയ്യോ? സോപ്പി ബോൾ കട്ടപ്പോവാനുള്ളത്. സോപ്പി ഫുട്ബോളാണ്. സംഭവം ഒരു സ്ഥലത്ത് ഫുള്ള് സോപ്പ് പാതാട്ടിട്ട് ഒരു ബോളും അതിൽ നമ്മൾ ഫുട്ബോൾ ആദ്യം ഇതേപോലെ വാൽക്കി കൊടുക്കുന്നത് തട്ടുന്ന കുറച്ച് റീൽസ് എടുക്കും. എന്നിട്ട് എനിക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ അതിന് വേണം സഹകരിക്കണം. പിന്നെ ആരല്ലേ നേരത്തെ സുമി. ഇവര് രണ്ടാളും അവിടെ നിൽക്കാം. എത്ര എറിഞ്ഞിട്ടും കൊള്ളും. ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ടൈമില്ല. കുഞ്ഞിപ്പാ ഒന്നും കണ്ടേ. കുഞ്ഞിപ്പാ ആരാ സാധനം ഡെഡ് ബോഡി ആയി. ആരാ മൂന്നാളാ ചത്ത്. ഉമ്മില്ലേ? ഉമ്മിന്റെ കുറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാ. ചോപ്പി ടപ്പ് ചോപ്പിക്ക് പോവില്ല. ഞാനും ഉണ്ട് ടപ്പ് ഇങ്ങോട്ട് മാറിക്കാണ്. ഓന്റെ മേത്ത് മാതായി.
സിനിമ ടീമൊക്കെ മാറി അടിച്ചിട്ടുണ്ട്. ഏത് പോസ്റ്റിക്കായാലും ഒന്ന് വീണാ മതി. അതാ വീണ് തല കുത്തി 2 എന്നിട്ട് ഹെൽമെറ്റ് വീണ്. അടുത്താരാ വീണേ? ആരാ ഉള്ളിൽ പോയി? മുനുവാണ്. ആടാ കൂട്ടത്തില് വീണേ. കഴിച്ചില്ലല്ലോ. ആക്റ്റീവാക്കി വാടാ വാടാ. കാണണില്ലേ അല്ലേ? ആ പറയ് ഷെസു, ആ പറയേ. ആ ഇനി പോണം, ഫുഡ് കഴിക്കണം, പിന്നെ നേരെ വീട്ടിലേക്ക്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടാ. എന്ത് തൊട്ട് വീഗുണ്ട് പറഞ്ഞാളാ? തൊട്ടോ വീഗുണ്ട് പറയും. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ആ ഒട്ട് താറാവുണ്ട് ഇവിടെ. പോവാണേ അല്ലേ? അങ്ങനെയൊക്കെ ഡെലിഷ്യ നമ്മളിവിടെ കയറാം. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഫുഡ് എത്തി കഴിച്ചു. ഒരു സെൽഫി ലേക്കിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.